മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് മനുഷ്യനെ തെറ്റിക്കുന്ന വിധങ്ങളെക്കുറിച്ച് ആണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഏഞ്ചൽ ഓഫ് ലൈറ്റ് ആയിട്ട് ഫോൾസ് ടീച്ചിങ് പഠിപ്പിക്കുന്നു, തെറ്റായിട്ടുള്ള ദുരുപദേശങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഇത് ചെയ്യുന്ന പിശാചിനെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ കൂടി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇത് ദൈവം ചെയ്യുന്നതാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പിശാചിന് മിറക്കിൾ കാണിക്കാൻ പറ്റും, അവന് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടത്താൻ പറ്റും എന്ന് നമ്മൾ മറന്നുപോകും. യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ സമയത്ത് യേശു അടയാളങ്ങളും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും അതൊക്കെ എന്താണ് ദൈവത്തിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ദൈവം ചെയ്ത ചില കാര്യങ്ങളാണ്, കർത്താവ് ചെയ്തതാണ്. എന്നാൽ അതുപോലെ ഇന്ന് നമ്മൾ അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യരുത്, അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണമെന്ന്. ഇന്ന് നടക്കുന്നുണ്ട് പലയിടത്തും, എന്നാൽ അതല്ല, അതിനൊക്കെ ഉപരിയായിട്ട് പിശാച് ഇന്ന് അതിനേക്കാളും കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്. ഓപ്ര വിൻഫ്രി ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അല്ല, ജോൺ ഓഫ് ഗോഡ് എന്നൊരു സൈക്കാട്രിക് സർജൻ 2016 കാലഘട്ടങ്ങളിൽ പരിചയപ്പെടുത്തിയിരുന്ന അദ്ദേഹം സർജറീസ് എല്ലാം സ്വന്തം കൈകൊണ്ട് ചെയ്തു. കൈയൊക്കെ കുത്തി ഇറക്കി ട്യൂമറൊക്കെ എടുത്ത് മാറ്റിയും എന്നാൽ യാതൊരു പാടുകളും ഇല്ലാതെ അത് ക്യൂർ ചെയ്തൊക്കെ കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഒരു മാജിക് ഷോ പോലെ കാണിച്ചിരുന്നു. ഒരു സ്കാർസ് പോലും ഇല്ല. എന്നാൽ 2019 അദ്ദേഹം 100 കണക്കിന് ഫീമെയിൽ പേഷ്യൻസിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിലാക്കിയതായിട്ട് കാണും. എന്നുവെച്ചാൽ പിശാച് പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ അൾട്ടിമേറ്റ് അതിൻ്റെ അവസാന നാശമാണ് എന്ന് നമ്മൾ കാണും. 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത അവിടെ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടുകൂടും സാത്താൻ്റെ വ്യാപാര ശക്തി വ്യാജമായിട്ട് ഉണ്ടാവും. സയൻസ് ആൻഡ് വണ്ടേഴ്സ് അത് കണ്ടിട്ട് നമ്മൾ തെറ്റിപ്പോകരുത്. ഒരുപാട് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. അത് എല്ലാം ദൈവീകമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഡിസേൺ ചെയ്യാനുള്ള പവർ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴേ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്. ഡിസേൺമെൻറ്റ്, ദ പവർ ഓഫ് ഡിസേൺമെൻറ്റ്, സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവൊക്കെ തരും. റോമർ ലേഖനം 1:18 അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് അനീതിയും അഭക്തിയും ചെയ്യുന്നവരുടെ മേലെ വെളിപ്പെടുന്നു എന്നുള്ള വാക്യം, ദൈവത്തിൻ്റെ കോപം വരുന്നുണ്ട്. അവർ യഥാർത്ഥ സത്യത്തെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് റോമർ ലേഖനം അതിൽ തന്നെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചതായിട്ടും അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവരായിട്ട് അവരുടെ കുറേ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഇവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കയിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചില ആളുകളാണ് പൈശാചിക പ്രവർത്തനങ്ങളിൽ കൂടി ചില വണ്ടേഴ്സും മിറക്കിൾസും ഒക്കെ നടത്തുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ മറന്നുപോകും. ഫറവോൻ്റെ സമയത്ത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ ഇത് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 8 തൊട്ടുള്ള വാക്യങ്ങളിൽ അത്ഭുതം കാണിക്കാനായിട്ട് ഫറവോൻ നിങ്ങളോടൊരു അത്ഭുതം കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ദൈവം മോശയോടും അഹരോനോടും പറയുന്നു. എന്നാൽ അവർ ചെയ്ത അതേ അത്ഭുതം തന്നെ ഫറവോൻ വിദ്വാൻമാരെ ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ച് അതുപോലെ തന്നെ ചെയ്തു. നമ്മൾ കാണുന്നു, വടി താഴെ ഇട്ടു, അത് സർപ്പമായിപ്പോയി. അന്നേരം വടിയൊക്കെ അതിൻ്റെ വാലയെ പിടിച്ചു കഴിഞ്ഞപ്പം വീണ്ടും അത് വടിയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഒരു കാര്യം സംഭവിച്ചു. ക്ഷുദ്രക്കാരുടെ മന്ത്രവാദികളുമൊക്കെ അതുപോലെ ചെയ്തിട്ട് അവയും സർപ്പങ്ങളായി തീർന്നെങ്കിലും
അഹരോൻ്റെ വടികൾ, എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് കാണുന്നു, അവിടെ കാണുന്നു. എന്നാൽ ഇതിനകത്ത് കാണുന്ന കാര്യം അവർക്കും ഈ ക്ഷുദ്രക്കാർക്കും ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും ഇതുപോലെ പറയുന്നുണ്ട്, വെള്ളത്തിലേക്ക് കൈനീട്ടി നദി, പുഴ, കുളം ഇവയെല്ലാം രക്തമായി തീർന്നതുപോലെ അവർക്കും ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലും ഇതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും മോശയും അഹ്റോനും ചെയ്തപ്പോഴേ അതുപോലുള്ള കാര്യം തവളയെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് തവളയെ ഗ്രഹങ്ങളിലൊക്കെ വന്ന് കയറിയതും ഉള്ള കാര്യങ്ങൾ 8-ാം അധ്യായത്തിൽ പറയുന്നു. നിങ്ങൾ വായിച്ചു നോക്കുക, പുറപ്പാട് 8-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ശരിക്കും ദൈവത്തെ അറിയാത്ത ജനത്തിനാണ് പ്രയോജനം ചെയ്യുന്നത്. കാരണം അന്ന് ദൈവവചനം നമ്മളേക്ക് ഇപ്പം എഴുതപ്പെട്ടതുപോലുള്ള ദൈവവചനം അന്നില്ലല്ലോ. അത് ഇന്ന് ദൈവവചനം നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട് കിട്ടിയിരിക്കുമ്പോഴേ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും ആവശ്യങ്ങൾ അത്രയും ഇല്ല ഇന്ന്. അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നത് ഒരു ഫെയിമായി, അവർക്ക് കീർത്തിക്ക് വേണ്ടി അത് ചെയ്ത് അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ മാർഗമാക്കി തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് കാണുന്നു. അതുകൊണ്ട് ഇന്ന് ഈ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും പുറകെ പോകുന്നവർ ശരിക്കും പലരും പൈശാചികമായി അറിയാതെ തെറ്റിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ വിശ്വാസം ദൈവത്തിലാണ്, അവൻ്റെ വചനത്തിലാണ്. അതാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ നോർത്ത് ഇന്ത്യ മിഷനുമായിട്ട് ചേർന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അവിടെ ഇന്ന് ഒരുപാട് ദൈവ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോഴേ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഉദാഹരണം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു എന്ന് ഞാൻ തോന്നുന്നു. കാല് മുറിക്കണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഷുഗർ കൂടിയിട്ട് ഇനി ഒരു മാർഗവുമില്ല, കാല് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവരുടെ പ്രാർത്ഥനയിൽ കൂടി അത് സൗഖ്യം വന്നിട്ട് അവിടെ വർഷിപ്പ്, അവിടെ വീട്ടിലെ പ്രാർത്ഥന നടത്തണ്ട എന്ന് പോലീസുകാർ വന്ന് പറഞ്ഞപ്പോഴേ അവർ ആ കാലുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് സൗഖ്യം തന്നു, സൈക്യദായകമായിട്ടൊരു ശുശ്രൂഷ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതിന് ആരാണ് ഞങ്ങളെ ഒബ്ജക്റ്റ് ചെയ്യുന്നത്? എനിക്ക് എഴുന്നേക്കാൻ വയ്യാതിരുന്നതാണ്, എന്നാൽ ദൈവം എനിക്ക് വീണ്ടെടുപ്പ് തന്നു എന്ന് പറയുന്ന ആ രീതിയിലുള്ള അവരുടെ തന്നെ വില്ലേജേഴ്സ് പറയുന്ന ഒരനുഭവം, അതും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നതും അല്ലെങ്കിൽ ആളുകളുടെ ഫെയിമും ആളുകളുടെ അവരുടെ കീർത്തിയും അവർക്ക് പണസമ്പാദനവും ഒക്കെ ആയിട്ടുള്ള മാർഗങ്ങളാണെങ്കിൽ അത് പൈശാചികം തന്നെയാണ് നമ്മൾ മറന്നു പോകുന്നത്. യേശുക്രിസ്തു ഈ തരുണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം വലിയ ശ്രദ്ധേയമാണ്. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 21-24 വാക്യങ്ങൾ. അതിലിങ്ങനെയാണ് പറഞ്ഞത്, അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യങ്ങളിലെ 17 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ പാസേജൊക്കെ വായിച്ചിട്ട് അവർ ദൈവത്താൽ ചെയ്യുന്നു എന്ന് പറയും. ചിലതൊക്കെ സത്യമായിട്ടുള്ളതായിരിക്കാം, നമുക്കറിയത്തില്ല. എന്നാൽ തെറ്റിപ്പോകാനായിട്ടുള്ള ധാരാളമായിട്ടുള്ള കാരണങ്ങളുണ്ട്. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തല്ലോ എന്ന് പലരും ആ നാളിൽ പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ദൈവത്തിൽ നിന്നല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. യേശുക്രിസ്തു വരെയും അത് റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലും ഇതുപോലെ ഫോൾസ് പ്രൊഫറ്റ് വന്നിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്. ഇവിടെ കള്ളപ്രവാചകൻ ഏലിയാവിനെ പോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നതായിട്ട് കാണുന്നു. അവനെ നമസ്കരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട്
കള്ളപ്രവാചനം ചെയ്യുന്ന വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 15 വരെ വാക്യങ്ങൾ കാണും. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ ഇന്നുമുണ്ട്. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ ചെയ്യുന്നത് സത്യം ആവണം എന്നില്ല. അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും പിന്നിലല്ല നമ്മൾ പോകേണ്ടത്, ദൈവവചനത്തിൻ്റെ പിന്നിലാണ് പോകേണ്ടത്. ദൈവവചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. ദൈവവചനത്തിലാണ് നിത്യജീവനുള്ളത്. അതിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, മുഖം നോക്കി ലക്ഷണം പറയുന്ന പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്കല്ല പോകുന്നത്. അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അതിലെല്ലാം നമ്മുടെ ചിന്തയാകേണ്ടത് ദൈവവചനത്തിൽ വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ മറന്നു പോയത്. ഇത് അന്ത്യകാലമാണ്. അതുകൊണ്ട് എപ്പോഴും മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ആളുകളെ വശത്താക്കുന്നവരും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളിലുള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. പിശാച് തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇതേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഇന്ന് ഈ സമയങ്ങളിൽ കള്ളപ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ടല്ലോ. അതിൽ ഒരിക്കലും അകപ്പെടാതെ വണ്ണം ദൈവമേ ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. നിൻ്റെ വചനമാണ് ഞങ്ങളെ നയിക്കേണ്ടത്. നിൻ്റെ വചനമാണ് തെറ്റിച്ചു കൊണ്ടുപോകാതെ ഞങ്ങളെ സത്യത്തിൽ നടത്തേണ്ടത്. അതിനാൽ നിൻ്റെ വചനത്തിലെ അടിസ്ഥാനപ്പെട്ട് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിലെ മുൻകാലങ്ങളിലെ ദൈവനും എഴുതപ്പെടാത്ത ദൈവനുള്ള സമയത്ത് ദൈവം കൂടുതലായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങൾ കൂടി ദൈവത്തിലേക്ക് നടത്തിയതായി കാണുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് എഴുതപ്പെട്ട വചനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് അടയാളങ്ങളെ അത്ഭുതങ്ങളെ ആവശ്യം പോലും ഇല്ല കർത്താവേ. ഞങ്ങൾക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ കൂടി ഞങ്ങൾക്ക് രക്ഷയുണ്ട്, ഞങ്ങൾക്ക് വിടുതലുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ തിരിക്കുവാനും കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നീ ചിലപ്പോഴൊക്കെ വിടുതൽ തരുന്ന ദൈവമാണ്. എല്ലായ്പ്പോഴും വിടുതൽ തരണമെന്നൊന്നുമില്ല. നിൻ്റെ ഹിതത്തിലും പർപ്പസിലുമാണെങ്കിൽ നീ വിടുതൽ തരും കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വചനം അയച്ച് സൗഖ്യമാക്കുന്നതാണ്. ഞങ്ങൾ വചനം അയച്ച് വിടുവിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നത്, പ്രത്യേകിച്ചും ഹാർട്ട് പേഷ്യൻ്റായിട്ടുള്ള ചില ഞങ്ങളെ കാണുന്നു. കർത്താവേ, നിൻ്റെ വലിയ വിടുതലുകൾ അയക്കണമേ. എല്ലാ ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ അലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിടുതലുകളും വന്നു ചേരട്ടെ കർത്താവെ. സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ട് വേദനയിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിലെ ആ വേദനയിൽ നിന്നൊക്കെയുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിട്ടുമാറാത്ത തലവേദനയായിരിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ആളുകൾ കാലിൽ നീരും വേദനയുമായിരിക്കുന്ന ചില ആളുകൾ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കാലിൽ നീരും വേദനയും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ ഇന്ന് ശരീരത്തിൽ നടുവിൽ വേദനയായിട്ട് വെട്ടൽ വന്ന് വേദനയായിട്ടിരിക്കുന്നു, തിരുമിക്കൊണ്ടിരിക്കുന്ന ചില ആളിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശരീരത്തിലുള്ള എല്ലാ വേദനകളും ആന്തരിക അവയവങ്ങളുടെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് ഞങ്ങൾ ഈ സമയത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിച്ച് ഏറ്റെടുത്തവർക്ക് നീ വലിയ വിടുതൽ കൊടുക്കുന്നവർക്ക് സ്തോത്രം. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിശാചിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ ഗലാത്യർ എഴുതിയ ലേഖനത്തിലുള്ള പിശാചിൻ്റെ പ്രവർത്തികളല്ല, നമ്മളെ എങ്ങനെയാണ് തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള ചിന്തകളാണ്. ഇത് നമുക്കെല്ലാം അനുഗ്രഹപ്രദമാവും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.